ഹലോ ഹായ്. ഇന്ന് നമ്മുടെ ഇടുക്കി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മൂന്നാറിലുള്ള ഒരു റിസോർട്ടിലാണ്. നമ്മൾ ഈ റിസോർട്ടിൽ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ റൂമും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് അതിനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അറിയാമല്ലോ, ആസ് യൂഷ്വൽ കിഡ്സ് പൂളിൽ തന്നെ ആയിരുന്നു. അവർ വന്നപ്പോൾ തൊട്ടേ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആകെ ബഹളമായിരുന്നു. അതുകൊണ്ട് അവർ നേരെ പൂളിൽ ചാടി. പിന്നെ നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് വ്യൂസൊന്നും കാണാനില്ല. നമുക്ക് റിസോർട്ടിൻ്റെ കൂടുതൽ ഭംഗി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നേരം വെളുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഡേ ലൈറ്റിൻ്റെ വ്യൂ ആണ് ഈ റിസോർട്ടിൻ്റെ കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മൗണ്ടെയ്ൻസ് ആണ്. അതിങ്ങനെ ഫോഗ് കൊണ്ട് ഫുള്ള് കവർ ചെയ്ത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റ് നേരെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു മൗണ്ടെയ്ൻ വ്യൂ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ചെറിയ നാരോ റോഡാണ്. നമുക്ക് ഈ റിസോർട്ടിലൂടെ കയറാൻ തന്നെ കുറച്ച് പാടാണ്. ആ ഒരു നാരോ റോഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. ഇപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഒരു ബുഫേ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു അവിടെ. നമുക്ക് ഇഷ്ടമുള്ള ഡിഷസ് നമുക്കെടുത്ത് കഴിക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ ആവശ്യത്തിന് അവർ കൊണ്ടുവന്ന് റീഫില്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ചായയും ജ്യൂസും അങ്ങനെ പല വെറൈറ്റി ഇഷ്ടംപോലെ ഐറ്റംസൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ വട്ടവട കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനൊരു ഹോട്ട് എയർ ബലൂൺ കണ്ടായിരുന്നു. ഈ ടർക്കിയിലൊക്കെ നമ്മൾ ഹോട്ട് എയർ ബലൂണൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അതേപോലത്തെ ഒരു സെറ്റപ്പ് അല്ല ഇത് ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാർ കയറിയിട്ട് കുറച്ച് ടൈം എന്തോ സ്പെൻഡ് ചെയ്യുന്നത് പരിപാടിയാണ്. പിന്നെ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വെർഷൻസ് ഒന്നും തിരക്കാൻ പോയില്ല. നമ്മൾ ജസ്റ്റ് ആ ബലൂൺ കണ്ടപ്പം എന്താണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ നോക്കി, അത്രയേ ഉള്ളൂ. ഈ വട്ടവടയിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് ഫുള്ള് മൂന്നാറാണല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു വഴി ഫുള്ള് ടീ പ്ലാന്റേഷൻസിലൂടെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഈ പോകുന്ന സ്പോട്ടിലൊക്കെ ആൾക്കാരിങ്ങനെ വഴിയിൽ ഫോട്ടോ എടുക്കുന്നത് നമ്മളിങ്ങനെ വണ്ടി നിർത്തി നമ്മളടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് തരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ടായിരുന്നു. കുഞ്ഞ് ബേബീസ് സഹിതം അതിലുണ്ടായിരുന്നു. നമ്മളീ പോകുന്ന വണ്ടിയിലൊക്കെ ഉമ്മാർ തടഞ്ഞു നിർത്തി ഫുഡ് ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ കാറിൻ്റെയൊക്കെ കൂടെ ഈ ബേബി മങ്കീസ് ഇങ്ങനെ ഓടി വരുമായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ അതിന് വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഈ കൂടെ വരുന്നത്. നമ്മളിപ്പം വട്ടവട ഗ്രാമപഞ്ചായത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ചെക്ക് പോസ്റ്റിൽ വെയിറ്റിംഗ് ലൈനിലാണ് നിൽക്കുന്നത്. ഈ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്ന എല്ലാ വണ്ടിയും ഇവരിവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മളെ കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അങ്ങനെ നമുക്കിവിടെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 5 മിനിറ്റ്സോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണെങ്കിലും കയറി പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ചെക്ക് പോസ്റ്റിൽ കുറച്ച് ഏറെ ടൈം എടുക്കുന്നത്. ഈ വില്ലേജിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഓരോ പ്രദേശത്തും ഓരോ ടൈപ്പിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പുൽപ്രദേശത്തൊന്നും കയറരുതെന്നൊക്കെ. പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് വരുമ്പോൾ പൈൻ വാലീസൊക്കെ കാണാൻ പറ്റും. ഈ പൈൻ വാലീസിലൊക്കെ ആൾക്കാർ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ എടുത്തുകൂടാ, നമ്മളും എടുത്തു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ഡേഞ്ചർ സ്പോട്ടാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഈ വില്ലേജിൽ ഒരു പ്രത്യേക ടൈപ്പിലാണ് കൃഷി ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു ഭൂമി എന്ന് പറയുന്നത് ഭയങ്കര തട്ടുകളായിട്ട്
തിരിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ കൃഷി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതയും. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള കൃഷിഭൂമികൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വട്ടവട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഓഫ് റോഡാണ്. കാരണം ഇവിടുത്തെ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും റോഡാന്ന് പോലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമ്മൾ പോകുന്ന വഴിയൊക്കെ നമ്മുടെ വണ്ടിക്കൊന്നും പോകാൻ പറ്റുന്ന രീതിയിലല്ല കിടക്കുന്നത്. എല്ലാം റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുവഴി പോകാൻ. അതുകൊണ്ട് തന്നെയും ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജീപ്പും ഓട്ടോ അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ് കൂടുതലും ഇവിടെ സവാരി നടത്തുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ജീപ്പ് സവാരിയൊക്കെ ഉണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീപ്പൊക്കെ റെൻറ്റിനെടുത്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ ജീപ്പൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെയായിരുന്നു പോയത്. അത് ശരിക്കൊരു ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ഈ റോഡിൽ കൂടെ നമ്മുടെ കാറും കൊണ്ടൊക്കെ പോകുമ്പം ആ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡ്വഞ്ചർ ഡ്രൈവ് തന്നെയാണ് ഈ ഒരു റോഡിൽ കൂടെ കാർ ഓടിക്കുക എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വണ്ടികൾ കണ്ടു. അത് കൂടുതലും ജീപ്പൊക്കെ ആയിരുന്നു. ആൾക്കാർ ഇവിടെ വന്നിട്ട് ജീപ്പൊക്കെ റെൻറ്റിനെടുത്ത് അങ്ങനെയാണ് പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ വലിയൊരു പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ജീപ്പിലാണ് കൂടുതലും. ജീപ്പ് സവാരിയാണ് ഇവിടെ ഉള്ളത്. ഓഫ് റോഡ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലേസാണ് വട്ടവട എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ ഒരു സ്ഥലത്തും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ക്യാമ്പ് നോയിൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പ്ലസ് ഹോട്ടലാണ്. കണ്ടു കഴിഞ്ഞാൽ യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത ഒരു വില്ലേജിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി കാണുന്ന ഇങ്ങനൊരു ക്യാമ്പ് നോയിൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതമായിരിക്കും. ഈ സ്ഥലത്ത് ഇങ്ങനൊരു ഹോട്ടൽ എങ്ങനെ വന്നു എന്നായിരിക്കും. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ജീപ്പ് സവാരി അല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത ഈ കാറുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഹോട്ടലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം ഇവിടേക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഇവിടുത്തെ ഫുഡും സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ടേസ്റ്റ് പോലെ തന്നെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും നല്ല റേറ്റുമാണ് ഇവിടുത്തെ ഫുഡിനൊക്കെ. സോ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വേണം ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ. നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെയായിരുന്നു കേട്ടോ. നമ്മുടെ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് വഴിയിലൊക്കെ ഒരുപാട് സ്ട്രോബെറി ഫാമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു സ്ട്രോബെറി ഫാമിൽ കയറിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു സ്ട്രോബെറി ഫാമിൽ ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ കയറിയിട്ട് ഫാമിൽ നിന്ന് ഇവിടെ വരുന്നവരെല്ലാം വട്ടവടയിൽ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ്. ഇവിടെയുള്ള പല വെറൈറ്റി സ്ട്രോബെറി ഫാംസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി സ്ട്രോബെറി വാങ്ങിക്കുന്നവർക്ക് അത് വാങ്ങിക്കാം. നമ്മളിപ്പം വന്നേക്കുന്ന ഫാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയൊരു ഫാമാണ്. ഇവിടേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് നമ്മൾ കുറച്ചേറെ താഴെ ഇറങ്ങി വരണം. ശരി, സ്ട്രോബെറി കാണിച്ചോട്. നമുക്കങ്ങനെ അകത്ത് കയറി സ്ട്രോബെറി പറിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. പിന്നെ നമ്മളിങ്ങനെ ചോദിച്ചപ്പം റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ സമ്മതിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇപ്പം സ്ട്രോബെറി പറിക്കുന്നത്. മൊത്തം മണ്ണാ, ഫുള്ള് മണ്ണാ. നമ്മൾ ഈ ഫാമിൽ കയറിയപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഈ കുതിരയിൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ 2 കാല് മാത്രം ഇങ്ങനെ അവർ കയറ് വെച്ച് കെട്ടി വെച്ചേക്കുവാണ്. ചിലപ്പോൾ അത് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതിൻ്റെ ഒരു സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അതിൻ്റെ പ്രോപ്പർ റീസൺ എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് കണ്ടപ്പോൾ എന്തോ ഒരു പുതിയൊരു കാഴ്ച പോലെ തോന്നി. നമ്മളങ്ങനെ ഒരുവിധം വട്ടവട ഓഫ് റോഡ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം മൂന്നാർ സിറ്റിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്.
എറണാകുളത്ത് പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇനിയിപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞാൽ UK തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് UK തിരിച്ച് പോകുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് ഫുള്ള് UK കാഴ്ചകളായിരിക്കും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.